അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്, ഫിനാൻസിൻ്റെ പൊതുവിഷയങ്ങൾ സംബന്ധിച്ചാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ നാളെ ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി, സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് പ്രീ ബഡ്ജറ്റ് മീറ്റിംഗാണ്. ആ ബഡ്ജറ്റിൻ്റെ മീറ്റിങ്ങിന് ഞങ്ങൾ പോകുന്നുണ്ട്. അത് അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും, സാധാരണ നമ്മുടെ ഡിമാൻഡുകൾ. ഇപ്പം നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെയും കൂടി ആവർത്തിക്കുന്ന കാര്യമാണ്, കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിന് സാമ്പത്തികമായി വലിയൊരു ഉപരോധം തീർക്കുന്ന സ്ഥിതി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിലത് രൂക്ഷമായത് നമുക്ക് ഈ വർഷം ആകെ എടുക്കാവുന്ന ബോറോയിങ് സ്പേസിൽ അവസാനത്തെ ഒരു 3 മാസക്കാലം, നമ്മുടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസക്കാലം 12,000 കോടിയോളം രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നേരെ പകുതി 5,900-ലധികം വെട്ടിക്കുറച്ച് പകുതി താഴെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 3 മാസത്തെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഈ വർഷം ആകെ എത്രയാണ് വെട്ടിക്കുറച്ചതെന്നുള്ളത് അറിയണം. ഈ വർഷം 17,000 കോടി രൂപയിലധികം, ഇതോടെ വരുമ്പോൾ 17,000 കോടി രൂപയിലധികം ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുക കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ വേറെ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ പൊതുവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കണക്കുകളിൽ നിന്നും കുറച്ച് GDPയും GSTPയും കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറവുണ്ട്. അത് 4,250 കോടിയോളം കുറവ് വരും. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ അവിടെ വീണ്ടും ശ്രദ്ധപ്പെടുത്തിയതാണ്. ഈ 17,000 കോടി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തെന്ന് പറഞ്ഞിട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന നിലയിൽ മുമ്പെടുത്ത കടത്തിന് ഈ വർഷത്തെ നമ്മൾ ചിലവാക്കേണ്ടത് 4,700 കോടി കുറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 50-60 വർഷമായിട്ടെടുത്ത കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടിയുണ്ട്, സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും പലതിനും. അതിന് ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് 5 വർഷം കൊണ്ട് ഫണ്ട് ഉണ്ടാക്കണമെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞേക്കുന്നത്. ഒറ്റ വർഷം കൊണ്ട് എടുക്കേണ്ട പണം മൊത്തം വെട്ടിക്കുറച്ച് 3,300 കോടി അതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4-8 ഇതുകൂടാതെ 1922 കോടി നമ്മൾ സുപ്രീം കോടതി കേസ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കണക്ക് അനുകൂലമാണെന്ന് തന്ന പണമുണ്ട്, അതും കുറച്ചു. ഇതുകൂടാതെ GSTP, IGSTയുടെ കണക്കിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ തെറ്റല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുള്ളിൽ നിന്ന് ആകെ ചില സ്റ്റേറ്റുകൾ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 965 കോടി നമുക്ക് കുറച്ചു, പല സ്റ്റേറ്റിനും കുറച്ചു. ഇതെല്ലാം കൂടെ വരുമ്പം 11,000 കോടിയായി. ആ 11,000 കോടിയുടെ കൂടെ ഏറ്റവും അവസാനം ഈ ഫൈനൽ ഓവറുകളിൽ നിയമവിരുദ്ധമായിട്ടുള്ള കളി നടത്തുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഏതൊരു കളി നിയമത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്, തെരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പോൾ ഈ 5-ാം വർഷത്തിൻ്റെ അവസാനം നമ്മൾ 3 മാസം കൂടി മാത്രം ഇരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ 3 മാസക്കാലത്തേക്ക് ഇങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ന്യായമുള്ള കാര്യമല്ല. അതൊരു കളി നിയമങ്ങൾക്ക് ക്രിക്കറ്റിലോ മറ്റേതിനകത്തൊക്കെ ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല, ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പ്രശ്നം വന്നപ്പോൾ വാസ്തവത്തിൽ 13-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. 17-ാം തീയതിയാണ് അവിടുന്ന് കത്ത് തയ്യാറാക്കി 17-ാം തീയതി വൈകിട്ടാണ് ഈ വെട്ടിക്കുറച്ചതിൻ്റെ വിവരം വരുന്നത്. വാസ്തവത്തിൽ നമ്മൾ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാവുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ കുറയുകയെന്ന് വെച്ചാൽ. അപ്പോൾ തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു, കേന്ദ്ര ഗവൺമെൻറ്റിനോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് 24-ാം തീയതി ക്രിസ്മസിൻ്റെ തലേന്ന് അവിടെ പോയി കണ്ടു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൻ്റെ കത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നതാണ്. നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ അവസാനം വെട്ടിക്കുറയ്ക്കാൻ പാടില്ല, എന്നാൽ പിന്നെ ന്യായമായി ഞങ്ങൾക്ക് തരേണ്ട കുറേ പണമുണ്ട്. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് തന്നെ 1 വർഷം കൊണ്ടല്ല പിടിക്കേണ്ടത്, 5 വർഷം കൊണ്ടാണ്. അതാണെങ്കിൽ തന്നെ ഇത്ര പറ്റില്ല. NH പണിയുന്നതിന് പണം കേരളം മാത്രമാണ് 6,000 കോടിയോളം രൂപ സ്ഥലം മേടിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി കൊടുത്തത്. വേറൊരു സ്റ്റേറ്റും ഇല്ല. NHI ടോള് പിരിക്കുന്നതാണ്. ഇതൊന്നും സമ്മതിച്ചില്ല. അത് അങ്ങനൊരു സംഗതി നിൽക്കുന്നു. അപ്പോൾ ഈയൊരു സ്ഥിതി വരുന്നത് സ്റ്റേറ്റിനെ ആകെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് വീണ്ടും പറയണം. ഞങ്ങളത് കണ്ടത് തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് കുറേയേറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് മിനി ബഡ്ജറ്റ് അല്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചത് അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്. 2,000 രൂപ ക്ഷേമ പെൻഷനും 1,000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കുട്ടികളുടെ ഈ കണക്റ്റ് വർക്കും ഒക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ കണ്ടിട്ടായിരിക്കണം. ഇത് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുന്നത് UDFനും കൂടിയാണ്. UDFും BJPയും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ കണ്ടുകൊണ്ട് അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത കൊണ്ടായിരിക്കും. എന്തായാലും ഇത്
വരുമ്പം ഇവരെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങ് ആകെ തകരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു, ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും പലരും എഴുതുന്നുണ്ട് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന്. പലപ്പോഴും എഴുതിയിട്ടും അതൊന്നും നടക്കുന്നില്ല, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. കേരളത്തിൻ്റെ ആകെ ചെലവിൽ ഓരോ വർഷത്തെയും ചെലവിൽ തന്നെ 1,15,000 കോടിയാണ് തൊട്ട് മുമ്പത്തെ 5 വർഷക്കാലം ഒരു ശരാശരി ഒരു വർഷം ചിലവാക്കിയെങ്കിൽ ഇപ്പോൾ അത് 1,70,000 കോടിയിലേക്ക് മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വെട്ടിക്കുറവ് വന്നു. വെട്ടിക്കുറവ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. 31,000 കോടി രൂപ നമുക്ക് ഗ്രാൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്, ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇപ്പം അത് 6,000 കോടിയിലേക്ക് ചുരുങ്ങി. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് 19,000 13,000 ഒക്കെ കിട്ടിയത് അതില്ല, സീറോ. GST കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് 12,000 കോടിയാണ് ശരാശരി ഒരു വർഷം, അതുമില്ല. ഇതൊക്കെ പറഞ്ഞു. ബോറോയിങ് 5% വരെ എടുക്കാമായിരുന്നു കോവിഡ് സമയത്ത്, 5% ഓഫ് ദി GSDP, അതും കുറഞ്ഞ് താഴോട്ട് വന്നു. ഇതൊക്കെ ആയിട്ടും ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ഈ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് വരും. ഇതിപ്പോൾ ഞാനിത് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മുന്നണിയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമല്ല ഇത്, കേരളത്തിൻ്റെ പ്രശ്നമാണ്. കേരളത്തിൻ്റെ പ്രശ്നം എന്ന നിലയിൽ ഈ പ്രശ്നം കേരളത്തിനോട് ആത്മാർത്ഥതയും താല്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിക്കണം. BJPയുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരടക്കം മന്ത്രിമാരുണ്ട്, അവർ ഈ പ്രശ്നം ഉന്നയിക്കണം. കേരളത്തിൻ്റെ പ്രശ്നമാണ്, കേരളത്തിന് വരേണ്ട പണം, വലിയ തോതിൽ വരേണ്ട പണം കിട്ടുന്നില്ല. ഇതിന് മറുവശം ഇവർ പറഞ്ഞ സാമ്പത്തികമായിട്ട് എന്തോ കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നുണ്ടെന്നൊക്കെ ആദ്യമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ പറയുന്നില്ല. കേരളത്തിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിഞ്ഞ കണക്കുകൾ നോക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ പഠനമായാലും CNRAGയുടെ പഠനമായാലും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ വളർച്ച മെച്ചപ്പെട്ടു എന്നുള്ള കണക്കുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അതുപോലെ ഞങ്ങളുടെ ഫിസ്ക്കൽ കൺസോളിഡേഷൻ, ഞങ്ങളുടെ വരുമാനം വർദ്ധിച്ചു, ഞങ്ങളുടെ പൊതുവിലുള്ള കടത്തിൻ്റെ പരിധി കുറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പാർലമെൻറ്റിൽ തന്നെ കേരളം ഫിസ്ക്കൽ കൺസോളിഡേഷനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. വെച്ചാൽ അവർ അത് അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ചെറിയൊരു കാര്യമല്ല. അത് കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴും പറയുന്നത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചമല്ല, മോശമാണെന്ന് പറയുന്നതിൻ്റെ കണക്കുകളൊക്കെ തെറ്റാണ് എന്ന് കാണിക്കുന്നതാണ് ഈ 2 റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ഫൈനാൻസസിൻ്റെ 23-24 റിപ്പോർട്ട് ഇപ്പോൾ വന്നതാണ്. ഇത് നമ്മുടെ കൺട്രോളറിൻ്റെ CNRAGയുടെ റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ തന്നെ വന്നിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ. ഇത് ഡീക്കേഡൽ 10 വർഷത്തെ കണക്കുകൾ എടുത്തിട്ടാണ് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ. അതുപോലെ ഹാൻഡ് ബുക്ക് ഓൺ മറ്റേ ഇന്ത്യൻ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഈ 2 റിപ്പോർട്ടിലും കേരളത്തിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെട്ടു എന്ന് അതിനകത്ത് പറയുന്നു എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ച് അഭിമാനകരമാണ്. ധനകാര്യ വകുപ്പിന് സന്തോഷമുള്ളതാണ്. പിന്നെ റവന്യൂ വരുമാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതിയേതര വരുമാനത്തിൻ്റെ വർധന വലിയ തോതിലുണ്ട്, നികുതി വരുമാനത്തിൻ്റെ വർധന വലിയ തോതിലുണ്ട്. ആ ശതമാനങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ആകെ വരുമാനത്തിൽ സ്വന്തം വരുമാനം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന 6ാമത്തെ സംസ്ഥാനം കേരളമാണ്. അതിനകത്ത് ടേബിളിലുണ്ട്. ഏറ്റവും കൂടുതൽ വരുമാനം, സ്വന്തം വരുമാനം പെർസെൻറ്റേജ് ഓഫ് ഓൺ റെസീറ്റ്സ് വർദ്ധിച്ച് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ ആകെയുള്ള വരുമാനത്തിനകത്ത് 70-72% കേരളം തന്നെത്താൻ എത്തിക്കണം. അതേസമയം അത്രയും ശതമാനം കേന്ദ്രം കൊടുക്കുന്ന വലിയ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ബീഹാറിൻ്റെ സ്റ്റേറ്റ് കണക്കെടുത്ത് നോക്കിക്കോളൂ, അതുപോലെ പല സംസ്ഥാനങ്ങളെടുത്ത് നോക്കിക്കോളൂ, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇങ്ങനെ 50%-ലധികം അതത് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിന് 50%-ലധികം കേന്ദ്രവിഹിതം ലഭിക്കുന്ന നമ്മുടെ രാജ്യത്ത് 15ഓളം സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ തരത്തിലുള്ള ഇംബാലൻസുകളുണ്ട്. ഇതൊരു പ്രധാന പ്രശ്നമാണ് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്. ആഭ്യന്തര കടവളർച്ചയുടെ കണക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ തോതിലങ്ങ് പറയുമായിരുന്നു. ഇപ്പോൾ അതങ്ങ് പോയി, കടം അങ്ങനെ വർദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കണക്കുകൾ വരുന്നുണ്ട്. കേരളത്തിലെ ആകെ സ്റ്റേറ്റുകൾ ഏറ്റവും കൂടുതൽ കടം എടുക്കുന്ന സ്റ്റേറ്റുകളുടെ കണക്കെടുത്താൽ 18ാമത്തെ സ്ഥാനമേ ഉള്ളൂ കേരളം മുന്നിലൊന്നും അല്ല കാര്യത്തിനകത്ത്. നമുക്ക് നിയന്ത്രണത്തിൻ്റെ അവർ പറയുന്ന കണക്കിന് അപ്പുറത്തേക്കുള്ള കടമില്ല. അതുപോലെ ആകെ കടത്തിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പൊതുകടത്തിൻ്റെ കാര്യത്തിനകത്ത് 24.88% കേരളത്തിലുള്ളൂ. അതും ദേശീയ ശരാശരിയേക്കാളും വളരെ മെച്ചപ്പെട്ട തലത്തിൽ തന്നെയാണ് നമ്മുടെ സ്ഥിതി നിൽക്കുന്നത്. ഇങ്ങനെ എല്ലാ റെക്കോർഡ് അനുസരിച്ചും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വന്നിട്ടുള്ളൊരു മാറ്റം, ആ മാറ്റം ഇതിനകത്ത് എടുത്തു പറയുന്നു. RBIയുടെ റിപ്പോർട്ട് കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ഇരട്ടി വർധനയുണ്ടായി. 2016 1,66,246 രൂപയായിരുന്നു പെർ ഹെഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് 3,80,338 രൂപയായിട്ട് ആളോഹരി വരുമാനം കേരളത്തിൻ്റെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് എടുത്തു കാണിക്കുന്നത് ആളുകളുടെ ജീവിതം എത്രയും മെച്ചപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല.
ഇത് കേരളത്തിൻ്റെ ഇന്ത്യയിലാകെയുള്ള സ്ഥിതി എടുത്താൽ സംസ്ഥാനങ്ങളുടെ ആകെ സ്ഥിതി നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും മുന്നിൽ 7ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മളെക്കാളും വളരെ വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക കേന്ദ്രമായിട്ടുള്ള മഹാരാഷ്ട്ര പോലെയോ ഒക്കെയുള്ള ചില സംസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. 2015-16 5.62 ലക്ഷം കോടി രൂപയായിരുന്നു നമ്മുടെ ആകെ GSDP എങ്കിൽ അത് വർദ്ധിച്ച് ഇപ്പോൾ 24-25 12.49 ആയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖല വലിയ തോതിൽ 2011-12 അപേക്ഷിച്ചിട്ട് 3.5 മടങ്ങാണ് ഈ സമയം വർദ്ധിച്ചത്. ഉൽപ്പാദന മേഖലയിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. ഉൽപ്പാദന മേഖലയിൽ നേരെ അതിൻ്റെ മൂല്യം 2014-15 51,619 കോടിയിൽ നിന്നും 24-25 അത് 1,02,250 കോടിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കണക്ക് തന്നെയാണ് നമ്മുടെ ഗ്രോസ് വാല്യൂ ആഡഡ്. അതിനകത്ത് പിന്നെ വ്യവസായ മേഖലയിലെ മൂല്യവർധന 1,30,000 കോടിയിൽ നിന്നും 2,67,000 കോടിയായിട്ട് വർദ്ധിച്ചു. സാമ്പത്തിക സർവീസസിൻ്റെ കാര്യത്തിൽ 10 വർഷത്തിനിടയിൽ നമ്മുടെ മൂല്യവർധനവ് 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. 22,335 കോടിയിൽ നിന്നും 58,135 കോടിയായി. നികുതിയേതര വരുമാനം സംസ്ഥാനത്തിൻ്റെ 8,425 കോടിയായിരുന്നു 2015-16. അതിപ്പോൾ 18,356 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. ഞാനിതൊക്കെ പറയുന്നത് കണക്കെപ്പോഴും പിന്നെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് അല്ല ആളുകൾക്ക്, കണക്കുകളക്കം. പക്ഷേ ഇത്രയും 3 ഇരട്ടി വർദ്ധിച്ചു എന്നുള്ളത് എനിക്ക് കണക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ കണക്ക് പറയുമ്പം കണക്കാണെങ്കിലും കിട്ടുമ്പം പണമാണ് ആളുകളുടെ കയ്യിൽ. പറയുമ്പം കണക്കാണെങ്കിൽ ഇത് ആളുകളുടെ കയ്യിലേക്ക് എത്തേണ്ട പണമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ കണക്കുകൾ പറയുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ തനത് നികുതി വരുമാനം 2020-21 47,000 കോടി രൂപയായിരുന്നത് 24-25 റിപ്പോർട്ട് അനുസരിച്ച് 84,854 കോടിയായി. അതും വലിയ പെർസെൻറ്റേജ് വർധനയാണ്. ഇങ്ങനെ മൊത്തം നമ്മുടെ തനത് വരുമാനം 1,00,000 കോടി വരുമാനം പിന്നിട്ടു എന്നുള്ളത് കണക്കുകളുള്ളതാണ്. അപ്പം ഈ തരത്തിൽ മൂലധന ചെലവിൻ്റെ കാര്യം നോക്കിയാൽ വലിയ വർധനയുണ്ട്. സാമൂഹ്യ മേഖലയിലെ ചെലവിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലുണ്ട്. എല്ലാ മേഖലയിലും ആ വർധനയൊക്കെ വന്നപ്പോൾ കേരളം ഫിനാൻഷ്യലി വെൽ മാനേജഡ് അല്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ പ്രശ്നം? കേരളത്തിൻ്റെ പ്രശ്നം ചില സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 70% 60% കൊടുക്കുമ്പോൾ ഇന്ത്യൻ ശരാശരി 50%-ലധികം കൊടുക്കുമ്പോൾ കേരളത്തിന് 25% താഴെ കിട്ടുന്നുള്ളൂ. ഇത് കൂടുതൽ കൂനുമേ കുരുന്ന പോലെ പ്രശ്നം ഉണ്ടാക്കുന്ന പുതിയ പ്രശ്നങ്ങളോട് വന്നിട്ടുണ്ട്. ഇപ്പോൾ GST പരിഷ്കരണം വന്നു. അന്ന് നമ്മൾ പറഞ്ഞു GST നടപ്പിലാക്കുന്ന സമയത്ത് റവന്യൂ ന്യൂട്രൽ റേറ്റ് ആകെ 100 രൂപയുടെ സാധനം വിറ്റാൽ 14 രൂപയായിരുന്നു ആവറേജ് GST കിട്ടുന്നതെങ്കിൽ അത് നേരത്തെ ചാർജ് കുറച്ച് 11.5 ഇപ്പോൾ വീണ്ടും കുറഞ്ഞിട്ട് ഒരു 8-ന് മേളിലായി എന്നാണ് കണക്ക്. കേന്ദ്ര ഗവൺമെൻറ് വരുമാനം തന്നെ കുറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇന്ത്യയിൽ ആകെയുള്ള നികുതി വരുമാനം തൊട്ട് മുമ്പ് ജനുവരിയിലൊക്കെ 2.23 ലക്ഷം കോടിയായിരുന്നു ഒരു മാസം. അതിപ്പോൾ 1.92 കോടിയിലായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രൊപ്പോർഷനായിട്ട് നമുക്ക് കുറയും. കേരളത്തിൽ ഇപ്പോൾ തന്നെ GST വരുമാനത്തിൽ ഏറ്റവും മുന്നിൽ പെർസെൻറ്റേജിനകത്ത് 4, 5, 6% ഒക്കെ ഉള്ള കണക്കേ ഉള്ളൂ വർധന. അതിനകത്ത് ഏറ്റവും മുന്നേ നിൽക്കുന്ന 4-5 സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട്. കേരളത്തെക്കാളും വലിയ തോതിൽ വാണിജ്യം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ GST വരുമാനം കുറഞ്ഞിരിക്കുന്നു, ഈ കാര്യങ്ങൾ പറയുന്നു. ഇത് കൂടുതൽ രൂക്ഷമാണ്. ഒരു വശത്ത് ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് പെരുമാറിയില്ലേ 500% വരെ മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 125 ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തുകൂടി എക്സ്പോർട്ടിൻ്റെ കാര്യവും ഇമ്പോർട്ടിൻ്റെ കാര്യവും ബാധിക്കുന്നു, ഇൻ്റർനാഷണൽ ട്രേഡ് ബാധിക്കുന്നു, നമ്മുടെ നാട്ടിലെ പ്രശ്നം ബാധിക്കുന്നു. അതിൻ്റെ കൂടെ സംസ്ഥാനങ്ങളെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംസ്ഥാനം. ഇത്രയും റിസർവ് ബാങ്കിൻ്റെ കണക്കും CNTG-യുടെ ഒരു ഡിക്കേഡൽ സർവേയും ഒക്കെ വരുമ്പോൾ അതിനകത്തെല്ലാം കേരളത്തെപ്പറ്റി നല്ല കാര്യം പറഞ്ഞിരിക്കുന്നു. അതിനെ തകർക്കാനും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തടയാനുമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അത് കേരളത്തിൻ്റെ അടിസ്ഥാന നിക്ഷേപത്തിനും സൗകര്യത്തിനും വികസനത്തിനും ബാധിക്കുന്നതാണ്. അതിനെതിരായിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്, UDF-ന് രാഷ്ട്രീയം, അവർ LDF-ൻ്റെ പരിപാടിയിലൊന്നും വരണ്ട. ഇപ്പോൾ LDF ഉൾപ്പെടെ ഗവൺമെൻറ് ഉൾപ്പെടെ സമരങ്ങൾ നടത്തുന്നുണ്ട്. 12-ാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും അടക്കം നടക്കുന്ന സമരമുണ്ട്. ആ സമരത്തിനകത്ത് LDF-ൻ്റെ മന്ത്രിസഭ എന്ന നിലയിൽ ചിലപ്പോൾ UDF-ന് സഹകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർ വ്യത്യസ്തമായൊരു സമരം നടത്താമല്ലോ. കേരളത്തോട് താല്പര്യമുണ്ടെന്ന് കാണിക്കാൻ അവരിവിടെ ഒരു സമരം നടത്തുകയും ഡൽഹിയിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളത് അവരോട് ഞാൻ ചോദിക്കുകയാണ്. BJP-ക്ക് കേരളത്തോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മന്ത്രിമാരുണ്ട് കേന്ദ്രത്തിൽ, അവരുടെ MP-മാർ മലയാളികളായിട്ട് ധാരാളം നേതാക്കന്മാരുണ്ട്. അവരും ഇക്കാര്യത്തിൽ ഇടപെടണം. ഇത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. കേരളത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും ഇത്രയും അപകടത്തിലാവുമെന്നൊക്കെ പറഞ്ഞിട്ടും കേരളം കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടാക്കിയ അതിശക്തമായ കുതിച്ചുചാട്ടവും മുന്നേറ്റവും
കേരളത്തിലുണ്ടാക്കിയ വലിയ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ കണ്ണി പിടിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ടുള്ള നിലപാട് വരുന്നു. അപ്പോൾ അത് അവർ നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ ഈ പറഞ്ഞ റിസർവ് ബാങ്കിൻ്റെയും CNTAയുടെയും കണക്കുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഇമ്പ്രൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അതിനോട് ശക്തമായി പ്രതിഷേധിക്കാനും ഈ നയം തിരുത്തി കേരളത്തിന് വേണ്ടി നിൽക്കാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നാളെ ഈ പ്രശ്നങ്ങൾ വീണ്ടും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തും. കേരളത്തിന് കിട്ടാനുള്ള ഏറ്റവും അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള മെമ്മോറാണ്ടമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതവിടെ വീണ്ടും ഈ കാര്യങ്ങൾ ഉന്നയിക്കും. ഇതാണ് പറയാനുള്ളത്.